ഹലോ ഗായ്സ്, ഇറ്റ്സ് മിയർ അൻവീഡ് കേട്ടോ. ഇന്ന് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് ചെയിൻസോ മാൻ്റെ എപ്പിസോഡ് 11 എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ നമ്മളെ കാണിക്കുന്നത് ഫ്യൂച്ചർ ഡെവലിൽ ഫ്രണ്ട് ഇരിക്കുന്നതൊക്കെയാണ്. അപ്പോൾ ഫ്യൂച്ചർ ഡെവലിൽ പെട്ടെന്ന് ചാടി വന്നിട്ട് ഫ്യൂച്ചർ ഈസ് ദ ബെസ്റ്റ്, ഫ്യൂച്ചർ ഈസ് ദ ബെസ്റ്റ്, ഫ്യൂച്ചർ ഈസ് ദ ബെസ്റ്റ്, ഇങ്ങനെ പറ ഫ്യൂച്ചർ ഈസ് ദ ബെസ്റ്റ്, ഫ്യൂച്ചർ ഈസ് ദ ബെസ്റ്റ് അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ആക്കി ചാടി കയറി പറയും, ഡാ ഞാനിവിടെ വന്ന് നീയായിട്ടൊരു കോൺട്രാക്റ്റ് വെക്കാനാണ്, നിനക്ക് എന്ത് വേണമെന്ന് മാത്രം എൻ്റെ അടുത്ത് പറ. അപ്പോൾ അടവിൽ ആക്കിയോട് പറയും, നീ നിൻ്റെ തല എൻ്റെ വയറ്റിനുള്ളിൽ കണ്ണിലേക്കിട്, നിൻ്റെ ഫ്യൂച്ചർ ഞാനൊന്ന് കാണട്ടെ, അതിനുശേഷം ഞാൻ തീരുമാനിക്കാം നമ്മൾ തമ്മിലുള്ള കോൺട്രാക്റ്റിൽ എന്തൊക്കെ ടേംസ് വെക്കണമെന്ന്. അപ്പോൾ നമ്മുടെ ആക്കി അവൻ്റെ വയറ്റിലേക്ക് തലയിടുകയാണ്. അപ്പോൾ അടവിൽ പറയും, കൊള്ളാം നിൻ്റെ ഫ്യൂച്ചർ എനിക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ആക്കി ഇറങ്ങും. അപ്പോൾ അടവിൽ പറയും, നമ്മുടെ കോൺട്രാക്റ്റിൻ്റെ ടേംസ് കേട്ടോ, നിൻ്റെ വലത്തെ കണ്ണിനുള്ളിൽ എനിക്ക് ജീവിക്കണം, അതിന് പകരമായി നിനക്ക് എൻ്റെ പവറുകൾ യൂസ് ചെയ്യാവുന്നതാണ്. പിന്നെ എന്തായാലും നിനക്ക് നല്ലൊരു മരണമുണ്ട് കേട്ടോ, അതെങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞു തരട്ടെ, ഭയങ്കര ക്രൂരമായൊരു മരണം. അതെങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞു തരട്ടെ. എനിക്ക് എൻ്റെ ആവശ്യമില്ല, ഞാനൊരാളെ കൊല്ലാൻ ആഗ്രഹിക്കുന്നുണ്ട്, അത് സാധിക്കുന്നവരെ ഞാൻ എങ്ങനെ മരിച്ചാലും എനിക്കൊരു പ്രശ്നമല്ല, എൻ്റെ കണ്ണി കയറ് എന്നാക്കി പറയുകയാണ്. അതിനുശേഷം നമ്മളെ കാണിക്കുന്നത് ഡെഞ്ചിയുടെയും പവറിൻ്റെയും പ്രാക്ടീസ് സെക്ഷനാണ്. രണ്ടുപേരും അടി കൊണ്ട് തല കിടക്കുകയാണ്. അപ്പം അവരുടെ മാസ്റ്റർ അവരോട് പറയും, കൊള്ളാം, ഇന്ന് നിങ്ങൾക്ക് 10 തരാൻ പറ്റിയ കുറച്ച് സംഭവങ്ങളൊക്കെ നിങ്ങൾ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് ഇനി തൊട്ട് നമുക്ക് എന്നും പ്രാക്ടീസ് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല, ആഴ്ചയിൽ ഒരു ദിവസം അല്ലെ 2 ദിവസം, ഒരു ദിവസം മതി ആഴ്ചയിൽ എന്നയാൾ പറയുമ്പോൾ, കിട്ടി മോനെ ലോട്ടറി എന്ന് പറഞ്ഞ് നടക്കുകയാണ് നമ്മുടെ പവറും ഡെഞ്ചിയും. നിങ്ങൾക്കെപ്പോഴും നിങ്ങളുടെ കയ്യിലുള്ളതിനെക്കുറിച്ചും ചുറ്റും നടക്കുന്നതിനെക്കുറിച്ചൊരു ബോധം വേണം. എത്ര ഉറക്കത്തിലായാലും നിങ്ങളുടെ ചുറ്റും നിങ്ങൾ ശ്രദ്ധിക്കണം. നിങ്ങളിതുവരെ പ്രാക്ടീസ് ചെയ്തൊക്കെ എനിക്ക് കാണിച്ചു തരാൻ ഒരവസരം നാളെയുണ്ട്. നാളെ 4th ഡിവിഷൻ ഒരു പുതിയ ദൗത്യത്തിലേക്ക് പോവുകയാണ്. ഹിബനോയെ കൊന്ന ആ സ്നേക്ക് പെണ്ണിനെയും ആ കത്തനമാനെയും നമ്മൾ പിടിക്കാൻ പോവുകയാണ്. നാളെ നമ്മൾ തോറ്റുപോയി കഴിഞ്ഞാൽ പിന്നെ 4th ഡിവിഷനില്ല, എല്ലാം തീർന്നു, നിങ്ങളെ രണ്ടിനെയും ഞാൻ കൊല്ലും എന്ന് പറയുകയാണ് അയാൾ. പിന്നീട് നമ്മളെ കാണിക്കുന്നത് മാക്കിയുമായിട്ട് ഡിന്നറിനിരിക്കുന്ന കിഷിബാഷാനെയാണ്. അപ്പോൾ അയാൾ മാക്കിമോട് പറയാണ്, എനിക്കിപ്പോഴേ നീ എനിക്ക് ട്രെയിൻ ചെയ്യാൻ തന്ന 2 വേട്ടപ്പെട്ടികളെയും മടുത്തു തുടങ്ങി. സാധാരണ എൻ്റെ കൂടെയുള്ള വേട്ടപ്പെട്ടികൾ മരിക്കുമ്പോൾ എൻ്റെ കള്ളോട് കൂടാറാണ് പതിവ്. എന്താണ് 4th ഡിവിഷൻ്റെ മേടി അറ്റാക്ക് ഒന്നും വന്നിട്ട് നീ ഒന്നും ചെയ്യാത്തത് എന്നാണ് മാക്കിമോട് ചോദിക്കുകയാണ്. അപ്പോൾ മാക്കിമ തിരിച്ചു പറയും, 4th ഡിവിഷൻ്റെ മേളിൽ മാത്രമല്ല എൻ്റെ മേളിലും അറ്റാക്ക് വന്നായിരുന്നു, എന്തേ സാറത് കണ്ടില്ലേ? നീ എന്ത് ചെയ്താലും എൻ്റെ ഉള്ളിൽ എത്ര വേട്ടപ്പെട്ടികളെ കൊലക്കി കൊടുത്താലും അതൊന്നും എനിക്ക് വിഷയമല്ല, പക്ഷേ നീ മനുഷ്യരുടെ ഭാഗത്താണെന്ന് അറിയുന്നവരെ മാത്രം എനിക്കത് വിഷയമല്ല, മനുഷ്യരുടെ ഭാഗത്താണെന്ന് അറിയുന്നവരെ മാത്രം എന്നയാൾ പറയുകയാണ്. അപ്പോൾ മാക്കിമ തിരിച്ചു ചോദിക്കും, എന്താ സാറേ ഒരു അർത്ഥം വെച്ചുള്ള സംസാരം? ഈ മിഷൻ നമ്മൾ ജയിച്ചാൽ 4th ഡിവിഷൻ എന്നുള്ളൊരു സംഭവമുള്ള കാര്യം പിന്നെ ഒരിക്കലും മറച്ചു വെക്കേണ്ടി വരില്ല, അവർ ഒരുപാട് വളരും. കള്ളം, നീ പറഞ്ഞ എല്ലാം കള്ളം, എനിക്ക് അങ്ങനെയൊന്നും വിശ്വസിക്കാൻ സാധിക്കില്ല. ഇവരുടെ തമ്മിൽ എന്തോ ഒരു സസ്പെൻസ് ഉണ്ട്. അതിനുശേഷം നമ്മളെ കാണിക്കുന്നത് മാക്കിമ മരിച്ചിട്ടില്ലെന്ന് ആലോചിച്ച് പേടിച്ചിരിക്കുന്ന കത്തനമാനെയും കൂടുതലുള്ള പെണ്ണിനാണ്. അപ്പോൾ ആ പെണ്ണ് പറയും, മാക്കിമുള്ളിടത്തോളം കാലം ഈ ജപ്പാനിൽ എവിടെ പോയാലും നമ്മൾ സേഫായിട്ടിരിക്കില്ല. എൻ്റെ മുത്തശ്ശനുണ്ടായിരുന്നേ ഇപ്പം ഇങ്ങനെയൊന്നും സംഭവിക്കില്ലായിരുന്നു. അതുപോലെ ആ ഡെഞ്ചി, അവനിപ്പോഴും ജീവനോടെ ഉണ്ട്, അവനെ ഞാൻ ഉടനെ വെട്ടിക്കീറി കൊല്ലും, അവൻ്റെ ഹൃദയം ഞാൻ എടുക്കും. അതുപോലെ തന്നെ ഈ ബിൽഡിങ്ങിൻ്റെ ഏറ്റവും താഴത്തെ ബേസ്മെൻറ്റിൽ ഞാനൊരു വലിയ ആയുധം സൂക്ഷിച്ചിട്ടുണ്ട്, ആർക്കും എതിർക്കാൻ പറ്റാത്ത ആയുധം എന്ന് പറയാണ് നമ്മുടെ കത്തനമാൻ. അതെന്താണെന്ന് എനിക്ക് മനസ്സിലായോ? വേറൊന്നുമല്ല, എൻ്റെ മുത്തശ്ശനെ കൊന്ന ആ സോംബി ഡെവിലിൻ്റെ ഒരു കൂട്ടം സോംബികൾ. അപ്പോൾ ആ പെണ്ണവനോട് പറയും, ഒരു സോംബി ഒരാളെ കടിച്ചാൽ അയാൾ വീണ്ടും സോംബിയാവും അല്ലേ, നമ്മൾ അവരെ ഉപയോഗിച്ച് ഡിവിഷൻ 4ൻ്റെ പണി അങ്ങ് തീർക്കും. അതിനുശേഷം നമ്മളെ കാണിക്കുന്നത് കുറേശ്ശയുടെയും ടെൻഡോടെയും കൂടെ കാറി പോകുന്ന ആക്കിയാണ്. അപ്പോൾ കുറേശ്ശ ചോദിക്കും, ആക്കി നാളെ ഞങ്ങൾ ടോക്കിയോയിലേക്ക് പോവാണ് കേട്ടോ, അതുപോലെ എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട്, നീ ആ ഗണ്ടവിലിൻ്റെ പുറയാണെന്ന് ഞാൻ അറിഞ്ഞല്ലോ, ഇപ്പോൾ വെറും 20 ഡെവിൽ ഹണ്ടേഴ്സിനെ കൊന്നവരോടാണ് നീ തോറ്റത്, അതേപോലുള്ളപ്പോൾ മില്യൺ കണക്കിന് ആൾക്കാരെ കൊന്ന ആ ഗണ്ടവിലിനോട് ജയിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നുണ്ടോ? അപ്പോൾ ആക്കി തിരിച്ച് മറുപടി പറയും, അത് ജയിക്കാൻ പറ്റാത്ത ഒരാഗ്രഹമായിരിക്കും, എന്നാലും എൻ്റെ ആഗ്രഹം തന്നെയാണ്, ഞാൻ അതിനു വേണ്ടി എന്നും പരിശ്രമിച്ചുകൊണ്ടിരിക്കും. അതിനുശേഷം ആക്കി കാറിൽ നിന്നിറങ്ങി ബ്യൂറോയിലോട്ട് പോകുന്ന സമയത്ത് അവനെ വിളിച്ചിരുത്തി കുറേശ്ശെ പറയും, ആക്കി നീ വിജയിക്കാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാൻ കേട്ടോ. അതിനുശേഷം നമ്മളെ കാണിക്കുന്നത് ആ കത്തനമേനെയും പെണ്ണിനെയും പറ്റി തിരക്കാൻ യാക്കൂസ എന്നൊരു വലിയ ജാപ്പനീസ് മാഫിയയുടെ അടുത്ത് വന്നിരിക്കുന്ന മാക്കിമയാണ്. അപ്പോൾ ആ ടീമിൻ്റെ ബോസ് പറയും, ഇതൊന്നും എൻ്റെ അറിവോട് കൂടിയല്ല, അവർ തന്നെയാണ് ഗണ്ടവിലുമായിട്ട് പോയി കരാറ് വെച്ചത്. അപ്പോൾ മാക്കിമ അയാളോട് തിരിച്ചു ചോദിക്കും, എന്താണ് അവരുടെ കരാറ്? അപ്പോൾ അയാൾ തിരിച്ചുത്തരം പറയും, 20,000 അവൻ ആ ഗണ്ടവിലിന് കൊടുക്കും, അതിന് പകരം ആ ഗണ്ടവിൽ അവർക്ക് തോക്കും ബുള്ളറ്റ്സും സംഭവങ്ങളൊക്കെ കൊടുക്കും. അപ്പോൾ മാക്കിമ അയാളോട് പറയും, എനിക്ക് ഗണ്ടവിലോട്ട് കരാറുണ്ടാക്കിയ എല്ലാവരുടെയും പേരുകൾ വേണം. അപ്പോൾ അയാൾ തിരിച്ചു പറയും, എൻ്റെ ഗ്യാങ്ങിലുള്ളവരുടെ പേരുകൾ ഞാൻ തരാം, പക്ഷേ മറ്റ് ഗ്യാങ്ങിലുള്ളവരുടെ പേരുകൾ എനിക്ക് തരാൻ സാധിക്കില്ല, അഥവാ ഞാൻ അങ്ങനെ തന്നു കഴിഞ്ഞാൽ ഗ്യാങ്ങുകൾ തമ്മിൽ അടിയുണ്ടാവും, പിന്നെ ഞങ്ങളുടെ ഗ്യാങ് മൊത്തം നശിച്ചു പോകും. അതൊന്നും എനിക്കറിയണ്ട എന്ന് മാക്കി പറയുമ്പോൾ, അത് നിൻ്റെ കാര്യമാണ്, ഞങ്ങൾ മരിച്ചു കഴിഞ്ഞാൽ ഈ ജപ്പാൻ മുഴുവൻ നശിക്കും, ഞങ്ങളെപ്പോലുള്ള മാഫിയകളുള്ളതുകൊണ്ടാണ് വേറെ മാഫിയകളൊന്നും വരാത്തത്, അഥവാ ഞങ്ങൾ നശിച്ചു കഴിഞ്ഞാൽ മറ്റു രാജ്യത്തുള്ള എല്ലാ മാഫിയകളും ഇവിടേക്ക് വരും, അങ്ങനെ ഈ ജപ്പാൻ മൊത്തം നശിപ്പിക്കും. ഈ ഡെവിൽ ഹണ്ടർ ആവാൻ വലിയ വിവരമൊന്നും വേണ്ടല്ലേ, നിനക്കതുകൊണ്ട് ഇതൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല എന്ന് മാക്കി അയാൾ കളിയാക്കുവാണ്.
അപ്പോൾ മാക്കിമ ഒരു കവറെടുത്ത് മേശപ്പുറത്തേക്ക് വെക്കും. അപ്പോൾ അയാൾ പറയും കുറച്ച് പണം തന്നതൊന്നും ഞാനത് ചെയ്യില്ല. അപ്പോൾ മാക്കിമ പറയും ഇത് പണമല്ല, ഇവിടെ നിൽക്കുന്ന ഓരോരുത്തരുടെയും കുടുംബത്തിലുള്ള ഓരോരുത്തരുടെ കണ്ണുകളാണ്. അത് കേട്ടതും കണ്ണുകളോ എന്ന് പറഞ്ഞ് ഞെട്ടി ആ കവർ തുറന്നു നോക്കാണ് അയാൾ. അങ്ങനെ അതും കണ്ട് ഛർദ്ദിക്കാൻ വന്നിരിക്കുന്ന അയാളോട് മാക്കി പറയും നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഈ കണ്ണുകളൊക്കെ തിരിച്ചു വെക്കാനുള്ള ആൾ ഞങ്ങളുടെ ബ്യൂറോയിൽ തന്നെ ഉണ്ട്. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ കറക്റ്റായിട്ട് ചെയ്താൽ ഈ കണ്ണുകളൊക്കെ ഇരുന്ന സ്ഥലത്ത് തന്നെ പോവും. അത് കേട്ട് പുറകിക്കുന്ന ഒരാൾ മാക്കിമയെ ഇടിക്കാൻ വേണ്ടി ചാടി വരികയാണ്. അപ്പോൾ മാക്കിമ അവൻ്റെ കണ്ണിലേക്കൊന്ന് നോക്കും. ആ നോട്ടത്തിൽ തന്നെ അവൻ മൂക്കിന്ന് ചോര വന്ന് അവിടെ മരിച്ചു വീഴും. അതിനുശേഷം മാക്കിമ എണീറ്റെന്ന് പറയും ജപ്പാൻ നശിക്കുമോ നിങ്ങൾ മേടി ഉണ്ടാവുമോ അതൊന്നും എൻ്റെ കാര്യമല്ല. നിങ്ങൾ എത്ര നല്ല തന്മയാണെന്ന് പറഞ്ഞാലും അതെൻ്റെ ആവശ്യമല്ല. ഞാൻ പറയുന്നത് മനസ്സിലാക്കാൻ അനുസരിക്കുക എന്ന് പറയാണ് മാക്കിമ. പിന്നീട് ആ സീൻ കട്ടായിട്ട് പോലീസും ഡെവിൽ ബ്യൂറോയിലുള്ള മുഴുവൻ ആൾക്കാരും ഇവിടെ വന്നിട്ടുണ്ടെന്നും ഈ ബിൽഡിംഗ് മൊത്തം ചുറ്റി വളഞ്ഞിരിക്കുകയാണെന്നും അകത്ത് റെയ്ഡിന് വരുന്ന 4th ഡിവിഷനാണെന്നും അവരെ എങ്ങനെ തോൽപ്പിക്കണമെന്നും എന്നുള്ള കാര്യങ്ങളൊക്കെ കത്തനാമാനോട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ആ പെണ്ണ്. അതേസമയം താഴത്ത് എനിക്ക് വീട്ടിൽ പോകണം, എനിക്കിതൊന്നും ചെയ്യേണ്ട, അയ്യോ എനിക്ക് പേടിയാ എന്നൊക്കെ പറഞ്ഞ് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ കൊബിനി. അത് കേട്ടിട്ട് നിനക്ക് വേണേൽ അറിയാൻ പോയിക്കൂടെ എന്നും പറഞ്ഞ് അവിടെ കിടന്ന് തല്ലുണ്ടാക്കി എന്തൊക്കെയോ പറഞ്ഞ് അങ്ങോട്ട് കടിച്ചിരിക്കുന്ന അരപ്പേര് ലൂസായ പവറിനെ ഡെഞ്ചി നോക്കി കൊബിനി പറയും എനിക്ക് എന്തിൻ്റെ കേടായിരുന്നു ഈ പ്രാന്തന്മാരുടെ കൂടെ എല്ലാം കെട്ടിയെടുക്കേണ്ടത്. അപ്പോൾ ആഗി നമ്മുടെ ആ ഒരു 1st ഡിവിഷൻ്റെ ക്യാപ്റ്റനടുത്ത് വന്ന് ചോദിക്കും എന്താണ് പ്ലാൻ എന്ന്. ആൾ പറയും പ്രത്യേകിച്ച് പ്ലാനൊന്നുമില്ല, 4th ഡിവിഷനിലുള്ള എല്ലാവരും കൂടെ തെള്ളി കയറി ഈ ബിൽഡിങ്ങിൻ്റെ അകത്തേക്ക് അങ്ങ് ചെല്ലും. അങ്ങനെ അവരെല്ലാവരും കൂടെ ആ ബിൽഡിങ്ങിനകത്തേക്ക് കയറി പോവുകയാണ്. അപ്പോൾ അയാൾ വന്നിട്ട് ഡിവിഷൻ 2ലുള്ള ആൾക്കാരോടും പോലീസിനോടും പറയും നിങ്ങൾ ഇവിടെ മൊത്തം വളഞ്ഞാൽ മതി, അകത്തുള്ള കാര്യങ്ങളെല്ലാം അവർ നോക്കിക്കോളും. അതേപോലെ നിങ്ങൾ ഓർത്തിരിക്കേണ്ട ഒരു കാര്യമുണ്ട്, അകത്തുള്ളവർ മിക്കതും മനുഷ്യരല്ല, നിങ്ങൾ തീവ്രവാദികളെക്കാൾ അവരെയാണ് പേടിക്കേണ്ടത് എന്നയാൾ പറയുന്ന സമയത്ത് അകത്ത് സോംബി എനിക്ക് എത്ര വേണമെങ്കിലും തിന്നാം എന്നും പറഞ്ഞ് ഭിത്തിയുടെ ഇടയിൽ കൂടെയും തറയുടെ ഇടയിൽ കൂടെയും എല്ലാം നീന്താൻ കഴിയുന്ന കുറച്ച് സമയത്തേക്ക് മാത്രം ഇവരെ മാറാൻ പറ്റുന്ന ഒരു ഫീൻഡ് അവിടെ കിടന്ന് ചാടുകയാണ്. അപ്പോൾ പെട്ടെന്ന് ഒരു ഇടി തറ വീണ് ആ ഷാർക്ക് ഫീൻഡ് പറയാണ് ഓ സോറി കേട്ടോ, നീയാന്ന് ഞാൻ അറിഞ്ഞില്ല, ഞാൻ വിചാരിച്ച് സോംബിയാണ് എന്ന് വയലൻസ് ഫീൻഡിനോട് ആ ഫീൻഡ് സംസാരിക്കുകയാണ്. അപ്പോൾ അവൻ പറയും സാധാരണ ഫീൻഡായി കഴിഞ്ഞാൽ ആൾക്കാർക്ക് പവർ കുറയാണ് പതിവ്, പക്ഷേ എനിക്ക് ഭയങ്കര പവർ കൂടുതൽ. അപ്പോൾ അവിടെ ഇരിക്കുന്ന ഒരു പെൺകുട്ടിയുടെ അയാൾ പറയും നീ പോയിക്കോട്ടെ, ഇവർ കടിച്ച് കഴിഞ്ഞാൽ നീ സോംബിയായിട്ട് മാറും. അപ്പോഴത്തേക്ക് അത് ഒരു സ്പൈഡർ ഡെവിലായിരുന്നു. അത് പെട്ടെന്ന് അതിൻ്റെ 8 കാലുകൾ ഉയർത്തി അവിടെ ഉള്ളവരെല്ലാം ചവിട്ടിക്കൊല്ലാൻ ആരംഭിക്കും. അങ്ങനെ ആ സ്പൈഡർ ഡെവിലിൻ്റെ വെട്ടേറ്റി തെറിച്ച് പോകുന്ന ഒരു സോംബിയുടെ തല ഒരു ഷൂയിൽ പോയി തട്ടുകയാണ്. അപ്പോൾ അയ്യേ എൻ്റെ ഷൂ മൊത്തം വഴുക്കാക്കി, ഇതെന്തൊരു കഷ്ടവാ എന്നും പറഞ്ഞ് ആ തലയെടുത്ത് ചവച്ച് തിന്നാണ് നമ്മുടെ സ്വന്തം ഏഞ്ചൽ ഡെവിൽ. ഈ ഏഞ്ചൽ ഡെവിലിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ വേറെ ഒന്നുമല്ല, ഇതിനാരെല്ലാം തൊട്ട് കഴിഞ്ഞാൽ അവരുടെ പകുതി ആയുസ് ഇതങ്ങ് വലിച്ചെടുക്കും, അവർക്ക് പിന്നെ പകുതി ആയുസേ കാണുകയാണ്. അപ്പോൾ അങ്ങോട്ട് കയറി വന്ന ആഗിയോട് ഈ ഏഞ്ചൽ ഡെവിൽ ചോദിക്കും ഡാ മോനെ നിൻ്റെ കർച്ചീഫ് വല്ലതും ഉണ്ടോ. അപ്പോൾ അവളും തിരിച്ചു വരും ആ ഉണ്ട് ഇന്ന് അടുത്തോന്ന് പറഞ്ഞ് അവൻ കർച്ചീഫ് ഉണ്ട് അവൾക്ക് കൊടുക്കും. അപ്പോൾ അവൾ പറയും നീ ഇത്ര അടുത്തൊന്നും വരണ്ട കേട്ടോ, ഞാൻ അറിയാതെ കാണാൻ തൊട്ട് കഴിഞ്ഞാൽ എൻ്റെ പകുതി ആയുസ് അങ്ങ് പോവേ, അത് അപ്പോഴല്ലേ അപ്പോൾ ആലോചിക്കാം എന്ന് പറഞ്ഞിരിക്കുകയാണ് നമ്മുടെ ആഗി. അപ്പോൾ പെട്ടെന്ന് പുറകെയുള്ള വാതിൽ കൂടെ ഒരുത്തം വന്ന് നമ്മുടെ ആഗി ഷൂട്ട് ചെയ്യാണ്. അപ്പോൾ പെട്ടെന്ന് ഏഞ്ചൽ ഡെവിൽ അവളുടെ ചിറകുകൊണ്ട് ആ വെടികൊണ്ട് തട്ടി മാറ്റുകയാണ്. അപ്പോഴത്തേക്കും നമ്മുടെ ആഗി ചാടി കയറി അവൻ ഇടിച്ചിട്ട് അവനെ അവിടെ ഇട്ട് കൊല്ലുകയാണ്. അപ്പോൾ ആഗി ഏഞ്ചൽ ഡെവിലിനോട് പറയും ഡെവിലെ നീ ഇവൻ്റെ കാര്യം നോക്കിക്കോ, ഇവൻ ചത്തിട്ടില്ല, ഇവൻ വെളിയിലോട്ട് കൊണ്ടോ. എന്നിട്ട് ഡെഞ്ചിയോടും പവറിനോടും ആട്ടം പറയും നിങ്ങളെല്ലാം എൻ്റെ കൂടെ വാ, സോംബിയുടെ കാര്യം ഈ ഫീൻഡിയോട് നോക്കിക്കോളും, നമുക്ക് കത്തനാമാനെയും ആ പെണ്ണിനെ തരാനുള്ള സമയമായി. അങ്ങനെ 2ാമത്തെ നിലയിലെത്തുന്ന ആഗിയെ ഒരാൾ തൂക്കം കൊണ്ട് അറ്റാക്ക് ചെയ്യാനായിട്ട് അവൻ്റെ പുറകെ നിരുകയാണ്. അപ്പോൾ ആഗി പെട്ടെന്ന് വെട്ടിത്തിരിഞ്ഞ് അയാളെ ഒരൊറ്റ വെട്ടുകൊടുത്ത് തറയിടും. ആ സമയം ആഗി തിരിഞ്ഞു നോക്കുന്ന സമയത്ത് അവൻ്റെ മുന്നിൽ 4 പേര് അതാ വീണ്ടും തൂക്കം കൊണ്ടിരിക്കുന്നു. അവൻ വീണ്ടും വാളെടുത്ത് റെഡിയായിട്ടേക്കും. അപ്പോൾ ദേ പെട്ടെന്ന് അവർ 4 പേരും മൂക്കിൽ കൂടെ ചോര വന്ന് അവിടെ മരിച്ചു വീഴും. ഇത് എന്താ പറ്റിയെന്നറിയാതെ ആഗി പേടിച്ചിരിക്കുകയാണ്. അപ്പോഴാണ് നമ്മളെ കാണിക്കുന്നത് ഇത് മാക്കിമയുടെ പവറാണ്. വളരെ ദൂരെ നിന്നും ഇവരെ സഹായിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കുറച്ചു നേരം നടന്നതിന് ശേഷം ആഗി ആ പെണ്ണിനെ കണ്ടുപിടിക്കുകയാണ്. ആ സ്നേക്ക് ഡെവിലിനെ സമൺ ചെയ്ത് വരുത്തുന്ന ആ പെണ്ണിനെ. ആ പെണ്ണ് ആഗി കണ്ട ഉടനെ തന്നെ അവളുടെ ഒരു നഖം കൊടുത്തിട്ട് സ്നേക്ക് ഡെവിലിനെ സമൺ ചെയ്ത് വരുത്തും. ആ സ്നേക്ക് ഡെവിൽ അവിടെ വന്നു കഴിയുമ്പോൾ അവൾ സ്നേക്ക് ഡെവിലിനോട് പറയും സ്നേക്ക് ഡെവിൽ തുപ്പിയിട്. അങ്ങനെ പെട്ടെന്ന് ആഗി ഒന്ന് കണ്ണടച്ച് തുറക്കുമ്പോൾ നമ്മുടെ ഹിമനോട് ഗോസ്റ്റ് ആഗിയുടെ ഫ്രണ്ട് ഇരിക്കുന്നു. അപ്പോൾ പെട്ടെന്ന് അവൾ ഗോസ്റ്റിനോട് പറയും അവനെ കൊന്നു കളഞ്ഞായിരുന്നു. അങ്ങനെ അവർ തമ്മിൽ അവിടെ പൊരിഞ്ഞ് ഫൈറ്റ് എടുക്കുകയാണ്. ഫ്യൂച്ചർ ഡെവിലിൻ്റെ പവർ കാരണം ആയിക്കെല്ലാം നേരത്തെ കാണാൻ സാധിക്കും. അങ്ങനെ ഒരുപാട് നേരത്തെ ഫൈറ്റിന് ശേഷം ആ ഗോസ്റ്റ് അവനെ പിടിക്കുകയാണ്. അപ്പോൾ അവൾ പറയും അവനെ കഴുത്ത് നേരിച്ച് കൊല്ലുന്നു. അപ്പോൾ ആ ഗോസ്റ്റ് അവൻ്റെ കഴുത്ത് നേരെ പിടിച്ച് ഞെക്കി കൊന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ വെച്ച് നമ്മുടെ ഈ ഒരു എപ്പിസോഡ് അവസാനിക്കുകയാണ്. അടുത്ത് ലാസ്റ്റ് എപ്പിസോഡാണ്, അതുമായിട്ട് നമുക്ക് നാളെ കാണാം. അതുവരെ എവർക്കും ബൈ. ഇറ്റ്സ് മീ യുവർ അനിമേ ഡോട്ടോ.